Hi viewers, in time series there are different methods for measuring trend in time series. In this video I am discussing about the method of moving average. One problem we can do related to that one. The problem is, from the following data, calculate the trend value and the short term fluctuation using 3 yearly moving average. The question is 2011, 2012, 2013, 2014, 2015, 2016, 2017, 2018 is given. Price share is also given. Computation of 3 yearly moving average. ഇവിടെ നമുക്ക് 3 വർഷമാണ് തന്നിരിക്കുന്നത്, 3 years. Year we are writing here. പ്രൈസ് നമ്മളിവിടെ എഴുതി. ആഫ്റ്റർ ദാറ്റ് 3 yearly മൂവിങ് ടോട്ടൽസ്. ഫസ്റ്റ് 3 years യു ടേക്ക് 80, 82, 85. ഇതാണ് 3 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. യൂസിങ് 3 yearly മൂവിങ്. ഈ 3 എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുക്കാണ് നമ്മൾ കൂട്ടി എഴുതേണ്ടത്. ഫസ്റ്റ് 3 years എടുക്കുന്നു. 3 yearsൻ്റെ മിഡിൽ വൺ എന്ന് പറയുന്നത് 2012 ആണ്. ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. ടോട്ടൽ 80 പ്ലസ് 82 പ്ലസ് 85. ഇവിടെ എഴുതുമ്പോൾ ഈ 3 വരും. 82 പ്ലസ് 85 പ്ലസ് 70. ദെൻ ദിസ് വൺ ഈ 3. 85 പ്ലസ് 70 പ്ലസ് 78. എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്ത് ടോട്ടൽ കണ്ടുപിടിച്ചു. Now we are finding the average. Average we are writing as T. The total is 247. Average കണ്ടുപിടിക്കുക. 3 ആണ് കിട്ടിയിരിക്കുന്നത്. Therefore dividing by 3. The answer is 82.33. Here the answer is 79. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ആവറേജ് കണ്ടുപിടിക്കുന്നു. എല്ലാത്തിൻ്റെയും ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷനാണ്. Y മൈനസ് ടി. 82 മൈനസ് 82.33. 82.33 ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, വലുതാണ്. അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ -0.33. നെക്സ്റ്റ് വൺ 85 മൈനസ് 79. 6 മൈനസ് 7.67 മൈനസ് 3 7.33 മൈനസ് 4.33. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇത്. അതായത് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ യൂസിങ് 3 year. ഇത് 3 year ആണ്. ചിലപ്പോൾ അത് 5 year വരും, 4 year വരും, 6 year വരും. ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് 3 yearൻ്റെ ആണ്. ലെറ്റ്സ് ഡു അനദർ പ്രോബ്ലം. കാൽക്കുലേറ്റ് 5 yearly മൂവിങ് ആവറേജ് ആൻഡ് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ ഫോർ ദി ഫോളോയിങ് ടൈം സീരീസ്. ഇയർ തന്നിട്ടുണ്ട്, സെയിൽ തന്നിട്ടുണ്ട്. ഇയർ ഓരോ ഇയറിലെയും തന്നിരിക്കുന്നു. 1, 2, 3, 4 12 years തന്നിട്ടുണ്ട്. സെയിൽസ് തന്നിട്ടുണ്ട് 55, 52, 49, 53. അങ്ങനെ സെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഇതിനകത്ത് കാൽക്കുലേറ്റ് 5 yearly മൂവിങ് ആവറേജ് ആണ് പറഞ്ഞത്. അതുകൊണ്ട് 5 years നമ്മൾ ഒന്നിച്ചെടുത്തിട്ട് ടോട്ടൽ കാണണം. ഇവിടെ മൊത്തം 12 years തന്നിട്ടുണ്ട്. ഫസ്റ്റ് 5 year എടുക്കുക. 1, 2, 3, 4, 5. ഈ 5 years തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് എഴുതേണ്ടത് ഏതാണോ മിഡിൽ ഇയർ. 5 yearsൻ്റെ മിഡിൽ വരുന്നുണ്ടെ 3rd year വരും. അപ്പോൾ ഈ 49ൻ്റെ നേരെയാണ് ആഡ് ചെയ്യേണ്ടത്. 55 പ്ലസ് 52 പ്ലസ് 49 പ്ലസ് 53 പ്ലസ് 51. ഇനി ഇവിടെ എഴുതുന്നത്
നെക്സ്റ്റ് ഇയർ തൊട്ടാണ് 52 പ്ലസ് 49 പ്ലസ് 53 പ്ലസ് 51 പ്ലസ് 55. അതായത് ഈ 5 ഇയേഴ്സാണ് എടുത്തത്. ഈ 5 ഇയേഴ്സിൻ്റെ മിഡിൽ വരുന്നത് ഇത് തന്നെയാണ്. അതുപോലെ താഴോട്ടുള്ളത് എല്ലാം എഴുതാൻ പോവാണ്. എല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആഡ് ചെയ്തതിൻ്റെ ആൻസർ എഴുതാൻ പോവാം. ലാസ്റ്റ് 2 നമ്പേഴ്സിന് ഇല്ല, മുകളിലുള്ള ഫസ്റ്റ് 2 നമ്പേഴ്സിന് ഇല്ല. വി ആർ ഫൈൻഡിങ് ദി ടോട്ടൽ ഓഫ് ദീസ് 5 നമ്പേഴ്സ്. നമ്മൾ കണ്ടുവെച്ച 5 നമ്പേഴ്സിൻ്റെയും കൂടെ ടോട്ടൽ കണ്ടു. നെക്സ്റ്റ് വൺ ഈസ് ആവറേജ്, ദാറ്റ് ഈസ് ടി എന്ന് പറയും. ഈ 260 ഡിവൈഡഡ് ബൈ 5 എവിടെ നിന്നാണ്? 5 ഇയർലി മൂവിങ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെയർഫോർ വി ആർ ഡിവൈഡിങ് ഇറ്റ് ബൈ 5. എല്ലാ നമ്പേഴ്സിൻ്റെയും ഡിവൈഡഡ് ബൈ 5 ചെയ്തു, ആൻസർ കിട്ടി. നെക്സ്റ്റ് വണ്ണ് ഫ്ലക്ച്വേഷനാണ്, ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷനാണ് വി കാണേണ്ടത്. അപ്പോൾ ഫ്ലക്ച്വേഷൻ കിട്ടുന്നത് y മൈനസ് ടി. y എന്ന് പറയുന്നത് 50, 52, y 49. 49 മൈനസ് 52 മൈനസ് 3. നെക്സ്റ്റ് വണ്ണ് 53 മൈനസ് 52, 1 മൈനസ് 2.6 മൈനസ് 3, 60 മൈനസ് 60 0, 9 മൈനസ് 3, 61 മൈനസ് 70 മൈനസ് 9. അപ്പോൾ ഇതാണ്